ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഇവിടെയും ഞങ്ങൾക്ക് സുഖമായിട്ട് പോണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷാലും താനുമൊക്കെ പിന്നെ സ്കൂൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കത്തെ ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ജസ്റ്റ് വന്ന് ഒന്നൊരു പ്രിപ്പയർ ചെയ്ത് ഇങ്ങോട്ടൊന്നും ചെയ്യലില്ല കേട്ടോ. പെട്ടെന്ന് ഒരു വീഡിയോ എടുത്താലോ എന്നുള്ളൊരു തോന്നലുണ്ടായപ്പോൾ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോറുന്നലൊക്കെ കഴിഞ്ഞു. മീൻകറിയും ചോറും അത് സോയാബീൻ പൊരിച്ചതൊക്കെ ഇരുന്നിട്ട് അന്നത്തെ ഉച്ചക്കുള്ള ലഞ്ച് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അശ്വിനി അമ്മിനി അപ്പോഴാണ് തോന്നിയത് നമുക്കൊന്ന് വീഡിയോ എടുത്താലോ എന്ന്. അപ്പോൾ അവർക്ക് വീഡിയോ എടുത്തപ്പോൾ പുതിയ ഡ്രസ്സ് ഇടണം, കൺമശി ഇടണം, ഐഷ ഇടണം ഒക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് കൺമശി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അവർ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോൾ ഒക്കെ ഇപ്പം ശരിക്കും നിന്ന് തരും കേട്ടോ എല്ലാം ചെയ്യാനൊക്കെ. അശ്വിനാണ് പിന്നെയും കിട്ടാത്തത്. അതിന് എല്ലാത്തിനും നിന്ന് തരും. കൺമശി ഇടാനായാലും അതേപോലെ തന്നെ മുടിയൊക്കെ കെട്ടാനായാലും ഒക്കെ നിന്ന് തരും കേട്ടോ. പിന്നെ ഐമീസിൻ്റെ മുടി ഞാൻ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അത്യാവശ്യമൊക്കെ മുടിയായിട്ടുണ്ട്. ഇവൾക്ക് പിന്നെ ബാക്കിക്ക് മുടിയുണ്ട്, മുന്നേക്ക് അത്രക്ക് മുടിയില്ല കേട്ടോ. ഒരു എന്താ കനല്ലാത്ത സൈസ് മുടിയാണ് കേട്ടോ. ഇവൾക്ക് നല്ല കുറച്ച് കട്ടിയുള്ള മുടിയാണ്. ഇവൾക്ക് ഇൻ്റെ മുടിയാണ്. ഐശുവിന് മുടി കിട്ടിയിരിക്കണം കേട്ടോ. എനിക്ക് അങ്ങനെ മുടിയൊന്നുമില്ല. ഇവർക്ക് തനുമോക്കും ഷാലുവിനും കാക്കാക്കൊക്കെ നല്ല മുടിയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ അതാണ് നമ്മളെ അൈമിക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അമീസ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം പറയണൊക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ച് കുറേ മുന്നേ എടുക്കണം വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് എനിക്ക് കിട്ടിയിട്ടൊരു അവസരം. അപ്പം അവളോട് ചോദിച്ചു കേട്ടോ. ഇപ്പോൾ പറഞ്ഞു തരുമോന്നും അറിയില്ല. എണ്ണാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അൈമിക്കുട്ടി. അശ്വിന് വല്ലാതെ അങ്ങനെ അറിയില്ല. അയ്മ നമുക്ക് എണ്ണല്ലേ അങ്ങനെ കുട്ടി 1-2 ചൊല്ലി തന്നാ എന്താ നല്ല കുട്ടി അതൊക്കെ ഇപ്പച്ചിക്ക് കേൾക്കാനാണ്. ചെല്ലും അവൻ്റെ പൊന്നല്ലേ അമ്മച്ചി പറഞ്ഞുതരാ. ഒന്നേ പറഞ്ഞ ഇതിൽ പറ ഒന്നേ പറഞ്ഞ ഇപ്പൊ ഒന്നും പറ. അപ്പൊ നമ്മളെ രാത്രിയിൽ കിടക്കുമ്പോളേ അയ്മീസ് എന്താ പറയല്? പറയാ എന്താ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോ പറയാ? ഇപ്പൊ ഒന്നും പറയണില്ല കേട്ടോ. എന്താ പറയല്? ഐഷുമോൾ എന്താ പറയല്? അല്ലാ അല്ല വേറെന്താ പറയല്? ഇമ്മച്ചിന്നൊന്നല്ലേ പറയല്? എന്താ നമ്മള് രാത്രി കിടക്കുമ്പോ പറയല്? അല്ലാ അതന്നെ. എന്താണ് കാക്കണേ? എന്താ പറഞ്ഞ കിടക്കും? ആദ്യം ഞങ്ങൾ പറയാ അല്ലാ കാക്കണേ പറഞ്ഞ് കിടക്കും. പിന്നെന്താ പറയാ? മേ ഇമ്മച്ചി അല്ലല്ലോ ഫസ്റ്റ് പറയാ. ഇമ്മച്ചി അല്ലോ ആദ്യം പറയാ. ഇപ്പച്ചിനെ കാക്കണേ. പിന്നെ ഇപ്പച്ചിനെ കാക്കണേ. പിന്നെ ദീദി അല്ല, ഇപ്പച്ചി കഴിഞ്ഞാ പിന്നെ എന്താ പറയല്? ഇമ്മച്ചി കാക്കണേ. പിന്നെന്താ പറയാ? ബയ്യ കാക്കണേ, ദീദി കാക്കണേ, ഐശുവിനി അയ്മിനി കാക്കണേ, ഇമ്മമാരെ കാക്കണേ, എല്ലാരും കാക്കണേ. അല്ലാ പറഞ്ഞൊരൊറ്റ കടത്താട്ടെ ഞങ്ങള് മൂന്നാൾ അങ്ങനെ പറഞ്ഞു കാണ്ടട്ടെ രാത്രി കിടക്കല്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണോണ്ട് ഓള് കിടക്കാൻ പോകുമ്പോ തന്നെ അതൊക്കെ പറഞ്ഞു കാണ്ടട്ടെ കിടക്കല്. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടോ രാത്രി കിടക്കുമ്പോൾ ഓരോ ഇതൊന്നും ഇല്ല കേട്ടോ. അത് പറയാതെ കിടക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഉറക്കം മുറുകാത്ത പോലെയൊക്കെ തോന്നും. അപ്പൊ തന്നെ വേഗം ഐശു അങ്ങനെ പറഞ്ഞാട് കിടക്കിട്ടോ പറയുമ്പോൾ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ കാക്കണേട്ടോ പറഞ്ഞാൽ കിടക്കിട്ടോ. അപ്പൊ അതൊക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എണ്ണാൻ നമ്മൾ പറഞ്ഞു കൊടുത്താല് ഫസ്റ്റ് നമ്മൾ തുടക്കം ഇങ്ങനെ ചൊല്ലി കൊടുക്കുക. അപ്പൊ ഐമീസ് ബാക്കിയിൽ ഇങ്ങനെ 10 വരെ പറയൂട്ടോ. ഒന്നേ പറഞ്ഞ മരക്കുട്ടിയായി നോക്കി നല്ല കുട്ടിയല്ലേ ഇല്ലേ പറയില്ലേ? അപ്പൊ പറയില്ലേ ഓള് ഓരോ ഇതാണ്. അപ്പോഴോളിപ്പോ പറിച്ചില്ലേ. അല്ലെങ്കിൽ രാത്രിയിൽ ഞങ്ങൾ എല്ലാവരും പാടെ ഒരുമിച്ച് നിന്നാണ്ട് ഓലൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇവലൊക്കെ കളിപ്പിക്കാൻ നിൽക്കുക. അപ്പൊ ഓരോന്ന് പറയും. പിന്നെ ഇപ്പൊ തനിമോള് ഒപ്പന കളിക്കലോ ഡാൻസ് കളിക്കുകയാണ്. അപ്പൊ അതിന്റെ പാട്ടിട്ട് ഓള് കളിക്കുമ്പോ ഇവള് മുന്നിൽ പറയും ഇങ്ങനെയാണ് സ്റ്റെപ്പ് പറഞ്ഞാണ്ട് കയ്യോട്ട് ഇങ്ങനെ വരും. എങ്ങനെ ദീദിന്റെ ഒപ്പന ഒപ്പന എങ്ങനെ കളിച്ചാ നിന്നെടുത്താ ഒന്ന് കളിച്ചാ എനിക്കറിയാം ഇല്ലേ? അപ്പൊ അതൊക്കെ തന്നെയാണ് കേട്ടോ. ഞങ്ങള് നേരം പോവാതിരിക്കൊന്നുമില്ല കേട്ടോ. ഇവരുണ്ടാവുമ്പോ പിന്നെ നമുക്ക് നേരം ഇല്ലാത്ത പ്രശ്നമാണ് കേട്ടോ. അപ്പൊ കുറെയൊക്കെ പുറത്തു കൂടെ ഇങ്ങനെ ഓടി നടക്കണൊക്കെ ഏകദേശം ഒപ്പം എത്തുങ്ങ ഉണ്ടാവും കേട്ടോ. ഇവളെയാണ് പിന്നെയും കാണാതാകും കേട്ടോ. പെട്ടെന്ന് കാണാതാകും. കാരണം അപ്പുറത്തെ വീട്ടിലൊക്കെ പോകും. ഇവള് ഒറ്റക്കാണെങ്കിൽ ഇവള് ഉറങ്ങുകയാണെങ്കിൽ ഇവളിൻ്റെ അടുത്ത് നിന്ന് പോകൂല ടൈമീസ്. ഐശുമ്മ പിന്നെ വല്ലാതെ ഇങ്ങോട്ട് പോണ ഒരു സൈസാണ് കേട്ടോ. ഐശു എന്നാലും വിളിച്ചിനോടത്ത് ഉണ്ടാകും ഓടി വരും കേട്ടോ. വിളിക്കുമ്പോത്തിന് ഐശോറിനെ വിളിക്കുമ്പോത്തിന് വിളിയേക്കും ചെയ്യും. എന്താണെന്ന് വന്ന് പാളി നോക്കി എന്തിനാണ് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ ആൾ പോവുകയും ചെയ്യും. എന്നാലും നമ്മൾ വിളിക്കുമ്പോൾ വിളിയൊക്കെ കേട്ടുകൊണ്ട് വരും. അതൊക്കെ ഒരു സമാധാനമാണ്. ഇപ്പൊ കുറേ ആയില്ല. ഇപ്പൊ 3 വയസ്സ് ഏപ്രിലേക്ക് തികയും. അത് കഴിഞ്ഞിട്ട് നമ്മള് ജൂണിൽ അംഗൻവാടിയിൽ ചേർത്തണം. അംഗൻവാടിക്ക് ഞങ്ങൾ പൊടിക്കൊക്കെ പോകുമ്പോൾ അവിടെ വണ്ടികളുണ്ട്, കുട്ടിയൊക്കെ കളിക്കാലോ ഓരോ സാധനങ്ങളുണ്ട്. ഓളം വേഗം ചെല്ലും കേട്ടോ അംഗൻവാടിക്ക്. ഞാൻ വണ്ടി നിർത്തുന്നതിന് മുന്നേ തന്നെ വേഗം ചാടി ഇറങ്ങിയാണ്ട് ഓൾ അവിടുത്തെ വണ്ടി ടീച്ചറോട് എടുത്തരാൻ പറയുന്നിട്ട് അവിടെ കളിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൊടിയും കൊണ്ടൊക്കെ വരില്ല കേട്ടോ. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ ചേർത്തുമ്പോ എന്തായിരിക്കും അവസ്ഥ ഒന്നും അറിയില്ല കേട്ടോ.
ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ ആൾക്ക്. ഐശ്വര്യാണ് അത് ഭയങ്കര ഇഷ്ടം. പിന്നെ അങ്ങനെ പോണേ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാനിന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ബിരിയാണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെ പാലിയേറ്റീവുകാർക്ക് വേണ്ടിയിട്ട് ഒരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു മമ്പാട് പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 3 എണ്ണം, ഇപ്പോൾ നമുക്ക് ഒരു 2 ആഴ്ച ആയിക്കണം കേട്ടോ. ഓലിങ്ങനെ വന്നുകാണ്ട് എത്ര എണ്ണം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓർഡറൊക്കെ കൊടുക്കാൻ വേണ്ടി വന്നിട്ട് 2 ആഴ്ച ആയപ്പോഴാണ് നമുക്ക് ഇന്നാണ് കേട്ടോ കിട്ടുന്നത്. അതായത് ചൊവ്വാഴ്ച 22-ാം തീയതിയോ 23-ാം തീയതി അല്ലേ. അപ്പോൾ ഇന്നാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ മമ്പാട് പഞ്ചായത്ത് വെച്ചില്ലേ ബിരിയാണി ചലഞ്ച്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 11:30 ആയപ്പോൾ തന്നെ അവർ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഷാലും തന്നെയൊക്കെ വെറ്റ ഇറങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് പാലിയേറ്റീവുകാർക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുകയല്ലേ. അപ്പോൾ ഇവിടെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അധികം ആൾക്കാരും വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവർക്കൊരു മരുന്ന് വാങ്ങാൻ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ അതാവട്ടെ. അല്ലാതെ ഇപ്പം നമുക്ക് കൊടുക്കാനൊന്നും കഴിയൂലല്ലോ. അപ്പോൾ കൊടുക്കണോലും ഉണ്ടാവും കേട്ടോ. വലിയ സംഖ്യയൊക്കെ കൊടുക്കണോലും ഉണ്ടാകും നമ്മുടെ വീട്ടിൽ കൂടി. പിന്നെ സ്കൂളിലൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ പാലിയേറ്റീവിൻ്റെ ഇറങ്ങാണ്ട്. അപ്പോൾ നമ്മൾ 20-50 രൂപയ്ക്കല്ലേ കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു പൊതിക്ക് 100 രൂപ. അപ്പോൾ വീട്ടിൽ എത്ര ആളുണ്ടായതിനനുസരിച്ച് എല്ലാവരും ഇപ്പോൾ വാങ്ങുമല്ലോ. പിന്നെ കൂടുതൽ വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർക്ക് മെഡിസിന് കിട്ടുന്ന 1 രൂപയൊക്കെ കണ്ട് അങ്ങനെയെങ്കിലൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചാൽ പുറത്ത് തരട്ടെ. അവർക്കൊക്കെ സഹായിച്ചിരുന്നീന്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരു സാധാരണക്കാർക്ക് പിന്നെ അധികമൊന്നും നമുക്ക് ചെയ്യാൻ കഴിയൂലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് സഹകരിച്ച് ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ ഈ പാലിയേറ്റീവിൻ്റെ. അതാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഞങ്ങൾ അന്നും വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരുപാട് ബിരിയാണി വെക്കുന്ന ചെമ്പ് അങ്ങനെ എല്ലാതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർമ്മയില്ലേ എനിക്ക് സത്യത്തിൽ ഇന്നാണ് കൊണ്ടുവരിക. അവർ പറഞ്ഞിരുന്നു കേട്ടോ ചൊവ്വാഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഓർഡർ കൊടുത്താന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മയില്ലേ. അപ്പം ഞാൻ ഇന്നലെ വെച്ച ചോറൊക്കെ അതേപോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ശാലുവിന് ചോറ് കൊടുത്ത് വിടാൻ വിചാരിച്ചിരുന്നു സ്കൂൾക്ക്. അപ്പോഴാണ് നമുക്ക് ചോറ് വേണ്ട, ദോശ മതി പറഞ്ഞപ്പോൾ ഓൻ ദോശയും കൊണ്ട് പോയിട്ടോ. ഞങ്ങൾക്കില്ല ഉച്ചക്കില്ല ചോറ് അതന്നെ ഉണ്ടായിരുന്നു. പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ പുറത്ത് താത്താർ പറഞ്ഞ് ഇന്ന് നമുക്ക് ബിരിയാണി കിട്ടുമല്ലോ, ചോറൊക്കെ വെച്ചിക്കണ ചോദിച്ചാൽ പറഞ്ഞു ചോറൊക്കെ വെച്ചിക്കണ അടിയാണ്. അപ്പോൾ ബിരിയാണി ഇന്ന് ഞാൻ ശാലും തന്നെയൊക്കെ വന്നിട്ട് കഴിക്കാം. ഇപ്പം ഞങ്ങളെ രാവിലത്തെ വെച്ച ചോറും കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇവർ കൊടുന്നേക്കാൻ ഐശു കേട്ടോ കണ്ടിക്കണ ബിരിയാണി ഇങ്ങനെ പൊതിങ്ങാണ്ട് കൊടുന്നപ്പോൾ തന്നെ. അപ്പോൾ തന്നെ ബിരിയാണി എന്ന് പറഞ്ഞാണ്ട് ഓടി വരുന്നുണ്ട് എൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ബയ്യും ദീദിയൊക്കെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇരുന്ന് കഴിക്കട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ചോദിച്ചു ബിരിയാണി മാമ. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് എന്താ ബയ്യും ദീദിയൊക്കെ വരുന്നുണ്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ പിന്നെ അങ്ങനെ അത് നിന്നിട്ടോ. പിന്നെ ഞാൻ സോയാബീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ എടുത്ത് കൊടുത്തപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവരെ ഉറക്കണം. ഉറക്കിയിട്ട് ഓല് വരുമ്പോഴത്തേനൊക്കെ എണീപ്പിച്ചിങ്ങാണ്ട് ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ബിരിയാണി കുക്കറിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണ്. ചൂട് എന്തായാലും ഏകദേശമൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അവർ വന്നിട്ട് നമുക്ക് ചൂടാക്കാന്നില്ല ഇതിൽ ഞാൻ അത് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതിലിങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം എല്ലാവർക്കും വലിയവർക്ക് തന്നെ കഴിക്കാറില്ല പൊതി തന്നെയാണ് കേട്ടോ. 100 രൂപക്ക് ഇത്രയൊക്കെ സാധാരണ നമുക്ക് ഫുൾ ബിരിയാണി കിട്ടുകയാണെങ്കിൽ 120-130 രൂപയൊക്കെ കൊടുക്കണ്ടേ. അത്രയ്ക്ക് ഉണ്ട് കേട്ടോ. 100 രൂപക്കായാലും നല്ലോണം ഉണ്ട്. ഇങ്ങനത്തെ 3 പൊതിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അപ്പോഴും ചൂടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അടച്ച് വെച്ചോണ്ടാണ് അറിയില്ല. പിന്നെ ഈ ഇതിലായതുകൊണ്ട് വലിയ അധികം അങ്ങോട്ട് ചൂടാറില്ല. എന്തായാലും അവർ ഒരു 4 മണി 4:30 ആവും എത്തുമ്പോൾ ഇതിന്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഐശ്വര്യ ഐമിനെ ഇറക്കാൻ പോവുകയാണ് കേട്ടോ. അവർക്ക് കാത്തു കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഫോണിൻ്റെ അടുത്ത് വാങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് തന്നെ വീഡിയോ എടുക്കട്ടെ അവിടെ കിടക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ വണ്ടി പോയി കിടക്കാണ് കേട്ടോ. ഉറങ്ങല്ലേ കാത്തൂനല്ല ഇനി ഉറങ്ങാം നമുക്ക്. ഇപ്പച്ചിപ്പോൾ വിളിക്കും ചെല്ലേ ഉറങ്ങിയിട്ട്. ഇനിയുണ്ടോ ഇന്നുണ്ടോ? ഞങ്ങളെ നിലമ്പൂരം പാട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ പോകണോ വേണ്ടത് ഇങ്ങനെ ശാലിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് അല്ലേ ഒന്ന് ജസ്റ്റ് പോയി നോക്കാന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ നിലമ്പൂർക്കൊക്കെ പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ കറങ്ങിപ്പോരും. അപ്പോൾ ഇന്നൊന്ന് വിചാരിക്കുന്നുണ്ട് വൈകുന്നേരം ഒന്ന് പോയി നോക്കണം എന്നുള്ളത്. അപ്പോൾ നിലമ്പൂരം പാട്ടും അപ്പോൾ അവിടെ കഴിയും ഇന്നത്തോട് കൂടി അതും കഴിയും. അപ്പോൾ ഞാൻ ഐശ്വര്യ ഐമിനെ ഉറക്കിയിട്ട് വരട്ടെ. അവൾക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞ് കാത്തു കണ്ടുങ്ങാണ്ട് കിടക്കണം എന്നാണ്. ഞാൻ അങ്ങനെ ഫോണൊന്നും കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശീലാകും വിചാരിച്ചിട്ട് തരാം. ശീലാകും വിചാരിച്ചിട്ട് അവൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പം ഇനി വല്ല ഉറക്കിയിട്ട് വരാം. പിന്നെ ഷാലും തന്നെയൊക്കെ വന്നിട്ട് നമുക്ക് ചോറും നെല്ലും കൂടി കഴിഞ്ഞാൽ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഉറക്കിയിട്ട് വരാം. ടാറ്റാ. അപ്പം നമ്മൾ ഐശു ഐമി ഉറങ്ങിട്ടോ. ഇനിയിപ്പോലെ ഞാൻ തൊട്ടിയിലെടുത്ത് കിടത്തട്ടെ. കുറച്ച് നേരം അവർ വരുവോളൊന്ന് ഉറങ്ങട്ടെ അവർ. അപ്പോൾ നമ്മളെ ഷാലും തന്നെയൊക്കെ സ്കൂളിലിട്ട് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഇനി ചോറ് ഞങ്ങൾ പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ്. ഐശു ഐമിയൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ.
അപ്പൊ എന്റെ ഐശ്മോള് മാവ് തിന്നാട്ടോ കൊറേ നേരെ ചോദിച്ചിരുന്നു. അപ്പൊ ഉറങ്ങി നീച്ചേക്ക് തന്നെ വേഗം കൊടുത്തിട്ടാ. അപ്പൊ ഒത്തിന് പിന്നെ ശാലും തനിയൊക്കെ വന്നിട്ടുണ്ട്. ബൈ മീസേ കഴിച്ചാ തന്നെ ഇരിക്കടേ. അപ്പൊ ദാട്ടോ തനിമോളും കഴിക്കാണ്. അകത്തിരിക്കാനേ നോക്കി. അപ്പൊ കറണ്ട് തന്നെ അല്ല കേട്ടോ. അപ്പൊ വീഡിയോ എടുക്കാനോ വിളിച്ചൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ ചോറ്. ഞാനും കഴിച്ചു നോക്കി. ജസ്റ്റ് കുട്ടിയാക്കൊന്ന് കൊടുത്തപ്പോഴേ ഞാനൊന്ന് കഴിച്ചു നോക്കി. അപ്പൊ നല്ല രസമുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് റാഹത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ കൂടുതലൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ച് വേഗം വൈൻഡപ്പ് എടുക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യമൊക്കെ നമുക്ക് അതിൽ കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാത്രിയിൽ ശാലുവിന് തനുവിന് കുട്ടികൾക്ക് കുറച്ച് കഴിക്കണമെങ്കിൽ അതുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം ഉണ്ട്. മൂന്ന് പൊതിയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ഇതിലിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ പറഞ്ഞാണ് ബോറടിപ്പിക്കണം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തന്മോളെ കൂട്ടുകാരത്തിൻ്റെ ഉമ്മയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് ഒപ്പനക്കുള്ള ഡ്രസ്സ് നോക്കാൻ. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഒരു ഡാൻസ് ടീച്ചർ ഉണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് മോഡൽ നോക്കാൻ വേണ്ടിയിട്ട് അവളിപ്പോൾ വരും തന്നെ. അപ്പോൾ എന്നാൽ വേഗം വീഡിയോ വൈൻഡപ്പ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചുകൊണ്ട് വേഗം വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബൈ.